ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ നടന്ന് പോകുന്ന എവിടേക്കാണെന്നില്ലേ, കുറേ നാളായി ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം ഇന്ന് ഞാൻ നടപ്പിലാക്കാൻ പോവാണ്. എന്താണെന്നല്ലേ, ഞാൻ എൻ്റെ കയ്യിൽ ടാറ്റു ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനായി ഞാൻ കണ്ടുപിടിച്ച സ്ഥലം പുതിയൊരു വെലോസിറ്റിക്ക് ഫ്രണ്ടിലുള്ള റെജൻസി കോംപ്ലക്സിലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ബാബുജി ടാറ്റൂസാണ്. അപ്പോൾ ഒരുപാട് നാളായി ഞാനിങ്ങനെ ടാറ്റു ചെയ്യണം എന്നൊരാഗ്രഹവുമായിട്ട് നടക്കുന്നു. അപ്പോൾ ഇന്നാണ് അതിനൊരു ഡേറ്റ് കിട്ടിയത്. 2-3 പ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ ഓരോ കാരണങ്ങൾ കൊണ്ട് അത് നീങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഡേറ്റ് പറഞ്ഞു. അപ്പോൾ സവിനെ വിളിച്ചപ്പോൾ സവൻ പറഞ്ഞു ഓക്കെ ഒരു 11 മണിയാകുമ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓടിച്ചാടി 11 മണിയാകുമ്പോൾ അവിടെ എത്തി. പക്ഷെ ഞാൻ നേരത്തെ സവിൻ്റെ ഓരോ വർക്കുകളും കണ്ടിരുന്നു. അതൊക്കെ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓരോ വർക്കും നല്ല രസമുണ്ടായിരുന്നു. ഒരു ശിവനും പാർവതിയുടെ ഒക്കെ ഇതൊക്കെ ടാറ്റൂസൊക്കെ കണ്ടിട്ട് ഞാൻ എന്നോട് പറഞ്ഞു ഇത് ചെയ്താലോ അങ്ങനെ ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്തിരുന്നു. അവസാനം ഒരു കുഞ്ഞു ഡിസൈന് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പറഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ എത്തി. ഡിസൈന് കുറച്ച് നേരം നോക്കി. അങ്ങനെ മൂപ്പരെ കയ്യിൽ ഏത് അളവിൽ വെച്ചാൽ ശരിയാവുമെന്നൊക്കെ ഉള്ളതൊക്കെ ചെയ്തു. പിന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ പറഞ്ഞു തന്നു. എനിക്കൊരുപാട് സംശയങ്ങളുണ്ടായിരുന്നു, അതൊക്കെ സവൻ തീർത്ത് തന്നു. അങ്ങനെ ഇതാ ഫസ്റ്റായിട്ട് അതിന് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിലുള്ള രോമൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. മൂപ്പരതൊക്കെ ചെയ്യാണ്. അപ്പോൾ എനിക്ക് പണ്ടേ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതിന്നാണ് സഫലീകരിച്ചത്. ഇനി ഇത് വെച്ച് നോക്കുകയാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഡിസൈൻ. ഞാനിനി അതൊന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അവസാനം സൂപ്പറാണ്, എനിക്കിഷ്ടപ്പെട്ടു കയ്യിൽ ചെയ്തിട്ട്. അപ്പോൾ ഇത് ചെയ്ത കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ മൂപ്പർ എനിക്കിങ്ങനെ ഓരോന്നും പറഞ്ഞു തന്നു. അപ്പോൾ ഇതാ അളവൊക്കെ എടുത്ത് മൂപ്പർ ചെയ്യാണ്. ആദ്യം കയ്യിൻ്റെ ഇപ്പുറത്ത് വെക്കണോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അവസാനം കയ്യിൽ ഇങ്ങനെ നടുവിൽ വെക്കാൻ തീരുമാനിച്ചു. എൻ്റെ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ അവിടെ നിന്ന് ഇരുന്ന് വീഡിയോസ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ എല്ലാ ഭാവങ്ങളും ഒപ്പിയെടുക്കണം, ഒന്നുപോലും വിട്ടുപോകരുതെന്ന്. അങ്ങനെ സച്ചിൻ വർക്കും അടങ്ങി ഓരോന്ന് എടുത്ത് വെക്കുമ്പോൾ ചോദിക്കും ഇതെന്താ സാധനം ഇതെടുത്താൽ വേദനിക്കുമോ? അപ്പോൾ എന്നോട് പറഞ്ഞു വേദനയൊന്നും ഉണ്ടാവില്ല, കുഞ്ഞ് വേദന ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് വീമ്പ് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്, എനിക്കിതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. അപ്പം പിന്നെ എനിക്ക് അവിടെ കിടന്ന് നിലവിളിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതാ സവൻ വർക്കും തുടങ്ങി. അപ്പം ഞാനിങ്ങനെ എൻ്റെ കുഞ്ഞു വേദനകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് നമ്മൾ കാര്യമാക്കരുത്. പിന്നെ ടാറ്റു ചെയ്യുമ്പോൾ എന്തായാലും വേദന ഉണ്ടാവും, നമുക്കറിയാമല്ലോ. അപ്പോൾ എനിക്ക് അവിടുത്തെ ആംബിയൻസൊക്കെ നല്ല ഇഷ്ടമായി. ഒരുപാട് പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു വരച്ച്. ആൾ നല്ലൊരു കലാകാരനാണ്. അപ്പോൾ അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യാ എൻ്റെ അമ്മേ, എൻ്റെ കയ്യിൽ നിന്നൊക്കെ ഞാൻ അവിടെ നിന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പുറത്ത് കാണിച്ചില്ല. ഇതെൻ്റെ മയിൽപ്പീലിയുടെ അട്ട ഇങ്ങനെ ചെയ്യുന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ മയിൽപ്പീലൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ, എനിക്കങ്ങനെയാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം കൂടി എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത്. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുക, കാരണം എനിക്കിനിയൊന്നും മാറ്റാൻ കഴിയില്ലല്ലോ. ഞാൻ വേദന അറിയാതിരിക്കാനായിട്ടോ ഫോണെടുത്ത് നോക്കുന്നില്ലാതെ ജാട കൊണ്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങളെ വർക്ക് ഏകദേശം തീരാറായി. അപ്പോൾ ഇത് ആണ് നമ്മൾ ഏറ്റവും ലാസ്റ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഹസ്ബൻഡ് അവിടെയുള്ള എല്ലാ സാധനവും ഞാനായിട്ട് ഉപമിക്കാനായിരിക്കും. ആ കുരങ്ങനും ഞാൻ ഒരേപോലെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വേദനയുടെ ഇടയിലായതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ കടിച്ച് പിടിച്ചെല്ലാം സഹിച്ചു. പക്ഷേ നല്ല സൂപ്പർ വർക്കായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും സവിൻ്റെ അടുക്ക പോയിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. മൂപ്പര് നല്ല വർക്കാണ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വർക്ക് ഇതെങ്ങനെയാണ്, എനിക്കൊരുപാട് ഇഷ്ടമായി. അഫോർഡബിൾ പ്രൈസാണ്. നിങ്ങൾക്കും കോണ്ടാക്റ്റൊക്കെ ചെയ്യാം. ആളുടെ വർക്കൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വർക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.